നമസ്കാരം. ജോസഫ് ബെന്നി എന്ന് പറയുന്ന മനുഷ്യമൃഗം, അതായത് മനസാക്ഷിയില്ലാത്ത ഒരുത്തൻ സൗദി അറേബ്യ പോലെയുള്ള രാജ്യത്ത് നിന്നുകൊണ്ട് അവിടെയുള്ള മലയാളികളെല്ലാം പറയിക്കുന്ന തരത്തിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. അവന്റെ മനസ്സിലിരിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. അവന്റെ പേര് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് ബെന്നി എന്നാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു വലിയ വർഗീയവാദിയാണ്. അവൻ എങ്ങനെയാണ് റിയാദിൽ ജീവിക്കുന്നത് എന്നാണ് എനിക്കിപ്പോഴും സംശയം. അതായത് ഇത്രയും വിഷം മനസ്സിൽ കൊണ്ടുവച്ച് അവൻ എങ്ങനെയാണ് റിയാദിൽ ജീവിക്കുന്നത്? അവിടെ അപകടമുണ്ടായ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ 2-3 ദിവസമായിട്ട് നമ്മളെല്ലാവരും വളരെയധികം വിഷമത്തിലാണ്. കാരണം സൗദി അറേബ്യയിലും അതുപോലെ UAE-യിലും ഉണ്ടായ അപകടങ്ങൾ. അതില് UAE-യിൽ അബുദാബിയിലുണ്ടായ ഒരു അപകടത്തിന്റെ അടിയിൽ വന്നൊരു കമന്റാണ്, പന്നി പെറ്റുകൂട്ടുന്നത് പോലെ കുറെ ചത്തൊടുങ്ങിയാൽ എന്താ ഇനിയും ഉണ്ടാക്കാമല്ലോ എന്ന് പറയുന്ന വൃത്തികെട്ട കമന്റ് ഒരു ബെന്നിയെ പോലെയുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. വേറെ മനസാക്ഷിയുള്ള ഒരാൾക്ക് പോലും ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞുങ്ങളാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് വർഗീയപരമായിട്ടോ അല്ലെങ്കിൽ ജാതിപരമായിട്ടോ വേറെ ഒന്നുമല്ല. അവിടെ എന്ന് പറഞ്ഞാൽ ജീവൻ പോയതിനെ പറ്റി നമുക്ക് എല്ലാവർക്കും സങ്കടം. അവിടെയാണ് ഇവനെ പോലെയുള്ള ചില നാറികൾ വന്ന് കമന്റ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്താണ് ഇവൻ ജോലി ചെയ്യുന്നത്. റിയാദ് പോലെയുള്ള ഒരു രാജ്യം എങ്ങനെയുള്ളത് നമുക്കറിയാം. അതായത് ഇത്രയും നല്ല ഒരു രാജ്യം, എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും മര്യാദയ്ക്ക് പെരുമാറുന്ന, അതായത് അതൊരു മുസ്ലിം രാജ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഒരുപാട് ഇതൊക്കെ ഉണ്ടെങ്കിലും അവിടെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവരാണ്. ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല രാജ്യം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് മതക്കാർ പോയി കഴിഞ്ഞാലും ഏത് ആൾക്കാർ പോയി കഴിഞ്ഞാലും അവിടെ ജോലി ചെയ്യുക, അതുപോലെ തന്നെ മാന്യമായിട്ടുള്ള എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹായം കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ സൗദി അറേബ്യ. അവിടെ നിന്നിട്ടാണ് ഈ ബെന്നിയെ പോലെയുള്ള ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ, ഇവന്റെ മനസ്സൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര ദുഷിച്ചതാണ്. ഇവന്റെ കുടുംബത്തിലുള്ളവരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇവന്റെ വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇവനൊക്കെ പോകുന്ന ഇടവകയില്ലേ, അവിടെ വരുന്നവർ വരെ ഇവനെ ബഹിഷ്കരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും പൊറുക്കാൻ കഴിയാത്ത ഒരു തെറ്റാണ് ഈ ബെന്നി എന്ന് പറയുന്ന, ഈ ജോസഫ് ബെന്നി എന്ന് പറയുന്നവൻ ചെയ്തിരിക്കുന്നത്. ജോസഫ് ബെന്നി എന്നാണ് അവന്റെ പേര്. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ബെന്നി എന്നുള്ളത് അവന്റെ അപ്പന്റെ പേരായിരിക്കാം. എന്നാലും അയാൾ പോലും നികൃഷ്ട ജീവിയാണെന്ന് ഞാൻ പറയുള്ളൂ. ഇവനെ പെറ്റു വളർത്തിയ ഇവന്റെ അപ്പനും അമ്മയും വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ പേരിൽ ഞാൻ പറയുകയാണ്, അവറ്റകളാണ് ഏറ്റവും വലിയ നികൃഷ്ട ജീവി. കാരണം ഇവനെ പോലെയുള്ള ഒരു ചെകുത്താനെയാണ് നിങ്ങൾ വളർത്തിയത്, ഒരു മനുഷ്യനെയല്ല. ഒരു മനുഷ്യ കുഞ്ഞിനെയായിരുന്നു നിങ്ങൾ വളർത്തേണ്ടതല്ല, അത് ചെകുത്താനല്ല. ഈ ചെകുത്താനെ നിങ്ങൾ വളർത്തിയതും പോലെ അത് സൗദി അറേബ്യ പോലെയുള്ള ഒരു രാജ്യത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നു. അവൻ അവിടെ കിടന്ന് അവിടുത്തെ ഉപ്പും ചോറും തിന്നിട്ടാണ് അവൻ ഈ ഇളപ്പിളക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവനെ ഏതായാലും അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു സന്തോഷകരമായ വാർത്ത ഇന്ന് പ്രചരിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. അവനിനി വെളിലോകം കാണരുത്. അതായത് അവനിനി ഇന്ത്യ കാണരുത് എന്ന് ഞാൻ പറഞ്ഞു. അവൻ അവിടെയുള്ള ശിക്ഷ അത് എന്തെന്നായി കഴിഞ്ഞാലും ശരി, അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. അവന്റെ ജോലി ഏതായാലും തീരുമാനത്തിലായിട്ടുണ്ട്. അവൻ ഇനി വീട്ടിൽ വന്നിട്ട്, അതായത് വെറുതെ ഇരിക്കുമ്പോൾ അവൻ ഇതൊക്കെ മനസ്സിലാകും. ഏതായാലും വെറുതെ ഇരിക്കുന്നത് പോലും കുറെ നാൾ കഴിഞ്ഞിട്ട് മതി. ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ ഇവന്റെയൊക്കെ ഫാമിലി വരെ അവിടെയായിരിക്കും. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ആ ദുഷിച്ച മനസ്സുകളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇവൻ എത്രത്തോളം ദുഷിച്ച ആ ഒരു ചിന്താഗതി കൊണ്ടാണ് ആ കമന്റ് ഇട്ടത്. ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു ഇതാണോ? നമുക്ക് എല്ലാവർക്കും അറിയാം, അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും സംഭവിക്കാം. ആ അപകടത്തിൽ പൊലിഞ്ഞ ആ കുരുന്നുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വിഷമിക്കുക, ഇത് മാത്രമേ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുള്ളൂ. നമ്മളെല്ലാവരും വിറങ്ങലിച്ച് നിന്ന ഒരു ദിവസം തന്നെയാണ് 2 ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ. അതിലെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞെങ്കിലും രക്ഷപ്പെടണേ എന്നുള്ള പ്രാർത്ഥനയിൽ എല്ലാവരും നിൽക്കുമ്പോഴാണ് ഇവനെ പോലെയുള്ള ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, ഇവനൊക്കെ കൃസംഖ്യയാണ്. ശരിക്ക് മനസ്സിലാക്കണം ഒരു കാര്യം ഞാൻ പറയേ, ഈ സംഖ്യകളെല്ലാവരും ഇവനെ പോലെയാണെന്ന് ഞാൻ പറയില്ല കേട്ടോ, ഒരിക്കലുമല്ല. അതായത് എല്ലാവരും മനുഷ്യ മനസാക്ഷിയുള്ള ഒരാൾ പോലും ആ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ കമന്റ് ഇടൂല. ഇവൻ ശരിക്കും മൃഗമാണ്. ഇവന്റെ ഉള്ളിലുള്ളത് എന്ന് പറഞ്ഞാൽ പൈശാചികതയാണ്. ഇവൻ തരം കിട്ടിക്കഴിഞ്ഞാൽ ഇവന്റെ വീട്ടുകാരെ വരെ വകവരുത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവൻ ഒരു ചെകുത്താനാണ്. ഇവന്റെ അപ്പനും അമ്മയുമാണ് ഇതിൽ ഏറ്റവും വലിയ നികൃഷ്ടജീവി. കാരണം എന്താ, അവറ്റകളാണ് ഇവനെ വളർത്തിയത്. ഇങ്ങനെ ഒരുപാടെണ്ണമുണ്ട്. ഈ ബെന്നിയെ പോലെ, ഈ ജോസഫ് ബെന്നിയെ പോലെയുള്ള ഒരുപാടെണ്ണമുണ്ട്. നമ്മൾ ഒരുപാട് പേരെ കണ്ടതുമാണ്. മനസ്സിലാക്കണം നിങ്ങൾ. അതിൽ കൂടുതലെന്ന് പറഞ്ഞാൽ കുറേ ഇന്ത്യ തന്നെ കമന്റ് ഇട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോന്നെയാ. പക്ഷെ ഇതിവൻ ഇട്ടിരിക്കുന്നത് സൗദി അറേബ്യ എന്നാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഇവിടുത്തെ പോലെയല്ലോ. ഏതായാലും അവിടെ ഒരു നിയമവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന, അല്ലെങ്കിൽ ഒരുത്തന് പോലും അവിടെ നിയമത്തിന്റെ മുന്നിൽ പോയിട്ട് എന്താ പറയേണ്ടത്, അങ്ങനെ ഇവിടുത്തെ നമ്മൾ ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അത്ര വലിയ ഇതൊന്നുമില്ല, ഒരു കേസ് ഉണ്ടാകും, അത്രയേ ഉള്ളൂ. പക്ഷെ ഇതങ്ങനെ കൃത്യമായിട്ട് നല്ല ജോലി വരെ പോകണം അവന്റെയൊക്കെ. ഇവനെ പോലെയുള്ള ആൾക്കാർക്കൊന്നും ഉള്ളതല്ല ഈ ഗൾഫ് രാജ്യങ്ങൾ.
ഒരുപാട് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ ജീവിക്കുന്നത്, അതുപോലെ തന്നെ ജോലി ചെയ്യുന്നത് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഗൾഫ് രാജ്യത്ത് തന്നെയാണ്. ആ ഗൾഫ് രാജ്യത്ത് ഇരുന്നു കൊണ്ട് ഇവനെ പോലെയുള്ള ഈ തന്തക്ക് എന്താ പറയുക, ബാക്കി പറയുന്നില്ല, അവൻ്റെ തന്തയും തള്ളയും വരെ ഇവനിങ്ങനെ പറയിച്ചു കൊണ്ടിരിക്കലാണ്. ഈ കമൻറ്റ് കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞ വേദനയോ ദേഷ്യമോ സങ്കടമോ എന്താണെന്നറിയില്ല. ഒരു എന്താ പറയുക, അവനെ പിടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹമുള്ളായിരുന്നു. ഏതായാലും അവനെ പൊക്കിയിട്ടുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട എൻ്റെ റിയാദിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഇവനെ പോലെയുള്ള ആൾക്കാർക്ക് ജോലി വരെ നിങ്ങൾ കൊടുക്കാൻ പാടില്ല. ഇനി ഇവനെ പോലെയുള്ള ആൾക്കാർ ഇതുപോലെ കമൻ്റ് ഇടുന്ന ചില തെണ്ടികൾ വേറെയും ഉണ്ടാകും. അവറ്റകൾക്ക് വരെ ഒരു ജോലി കൊടുക്കാൻ പാടില്ല. അവറ്റകളെ വരെ പറഞ്ഞ് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് കയറ്റി വിടണം. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നിങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തുക തന്നെ വേണം. ഇവനെ പോലെയുള്ള നികൃഷ്ടജീവികൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ നാടിങ്ങനെ പറയിച്ചു കൊണ്ടേയിരിക്കും. ഇവനെ പോലെയുള്ള ചില ആൾക്കാരാണ് ഇതുപോലെ നുഴഞ്ഞു കയറിയിട്ട് വളരെ മോശമായ രീതിയിൽ കമന്റ് ഇട്ട് നമ്മുടെ നാട് തന്നെ പറയിക്കുന്നത്. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ? ഒരു കുടുംബമായി ജീവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കുരുന്നുകളുടെ മാതാപിതാക്കളുടെ വേദന, ആ നാട്ടുകാർ, അവരുടെ ബന്ധുക്കൾ, അവരുടെ വേദന, ഇതൊക്കെ തന്നെ അവരൊക്കെ വിറങ്ങലിച്ച് നിൽക്കുകയല്ലേ. ആ ഒരു സന്ദർഭത്തിൽ ഇവനെ പോലെയുള്ള ഇങ്ങനെ തോന്നി ഇവനെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇവന് ഒരു അമ്മയുടെ വയറ്റിൽ പിറന്ന് വന്നതല്ലേ, അല്ലെങ്കിൽ ഇവനെ പട്ടി വേറെ എന്തെങ്കിലും ആണോ പ്രസവിച്ചത്? അതുപോലും എനിക്ക് സംശയമുണ്ട്. ഇവൻ ഇനി അങ്ങനെ എങ്ങാനും ജനിച്ചവനാണ്, ഇവൻ ഏതോ ഒരു പീക്ക് ഉണ്ടായോ എന്ന് തന്നെയാണെന്നാണ് ഞാൻ പറയുള്ളൂ. ഏതോ കൊടിച്ച് പീക്ക് ഉണ്ടായതാണ് ഇവൻ, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇവനാ അങ്ങനെ നികൃഷ്ടമായ ജീവിയായ ഇവനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താണ് അവനെ ഒന്ന് നേരിട്ടൊന്ന് കാണണം എന്നുണ്ടായിരുന്നായിരുന്നു. വെറുതെ എങ്കിലും വന്നേ കാണാനായിരുന്നു. എടാ ഒരു മുഖത്തൊക്കെ ചോദിക്കാനായിരുന്നു. എനിക്ക് എങ്ങനെ തോന്നി? ഇല്ലെങ്കിൽ ഇവൻ്റെ വീട്ടുകാരോടൊക്കെ ഒന്ന് ചോദിക്കണം, ഇവൻ എങ്ങനെയാണ് നാട്ടിൽ, ഇവൻ്റെ കൂടെ നിങ്ങൾ സുരക്ഷിതമാണോ എന്ന് പോലും ചോദിക്കണം. കാരണം ഒരിക്കലും ഇവൻ്റെ കൂടെ സുരക്ഷിതമല്ല. ഇവൻ തരം കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ അവരെയും എന്തെങ്കിലും ചെയ്യും. അത്ര മനസ്സ് ദുഷിച്ച ഒരുത്തം തന്നെയാണ്. ഇതുപോലെയാണ് നമ്മുടെ നാട്ടിലുള്ള ചില ടീമുകളൊക്കെ. എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭ്രാന്തമായിട്ട് ഈ വൃത്തികെട്ട കമൻറ്റുകൾ എഴുതുന്ന, ഇവൻ അതിൻ്റെ ഉള്ളിൽ സന്തോഷം കണ്ടെത്തുന്ന, ഇവൻ്റെ നീചമായ മനസ്സിന് ഒരു ആശ്വാസം കണ്ടെത്തുകയാണ് ഇവൻ ചെയ്യുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ, ഇവൻ്റെ നീചമായ മനസ്സ്. അത്രയും ക്രൂരമായ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. ഒരു ക്രൂരതയുള്ള മുഖം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇങ്ങനെ ഈ പന്നി വെറ്റി കൂട്ടുന്നത് പോലെ എന്നൊക്കെ പറയണമെങ്കിൽ അവൻ്റെ മനസ്സ് അത്രയും ദുഷിച്ചതായിരിക്കണം. അല്ലാതെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ല, നോർമലായിട്ട് ഒരു ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ, അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനെ, പ്രത്യേകിച്ചും തന്നെ ഗൾഫ് രാജ്യങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഇതുപോലൊരു കമൻറ്റ് എഴുതാൻ കഴിയില്ല. അവിടെയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അപൂർവമായിട്ട് അപകടം നടക്കുകയുള്ളൂ. എന്നാൽ അപകടം നടന്നു കഴിഞ്ഞാൽ അതൊരു വലിയ അപകടമാകാനുള്ള കാരണം അവിടെയുള്ള റോഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഹൈ സ്പീഡാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആർക്കും ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഇനി ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല, നമുക്ക് പ്രാർത്ഥിക്കാനല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് ഇവനെ പോലെയുള്ള നികൃഷ്ടമായ ജീവികൾ എങ്ങനെ ഇവരൊക്കെ മനസ്സ് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. വളരെയധികം മോശമായ ഒരു ഇതിൽ ഇന്ത്യക്കാരെ മുഴുവൻ ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇതിന്റെ പേരിൽ തന്നെ പറയിച്ചിട്ടുണ്ടോ ഇവന്ന് എനിക്ക് പറയാനുള്ളൂ. രാജ്യം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യ മാത്രമല്ല, ഗൾഫ് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാജ്യക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുരുന്നുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു 2 ദിവസം. എന്നിട്ട് ഇവനെ പോലെയുള്ള നികൃഷ്ട ജീവികൾ ചെയ്യുന്ന പരിപാടികൾ. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിലയേറിയ കമന്റുകൾ കൃത്യമായിട്ട് വന്ന് രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു ക്രിസ്ത്യാനികളും ഒരു മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഒരു ഹിന്ദുക്കളും ഇവനെ പോലെ ചിന്തിക്കത്തില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവൻ ഇതിൽ മുന്തിയ വേറെ ഏതോ ഒരു ഇനമാണ്. നന്ദി, നമസ്കാരം.